ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു യെല്ലോ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ ഇത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്ത് നമുക്ക് കാണാം. അതിന് മുന്നേ ഇതിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫേസ് നന്നായിട്ട് ഗ്ലോ ആക്കും, നല്ല ഒരു ബ്രൈറ്റ്നസ് കിട്ടും, അതേപോലെ കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും. അപ്പം നമുക്കിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. അപ്പം നമുക്ക് വീഡിയോ കാണാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ യൂസ്ഫുൾ ആണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. ഫേസ് പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബസുമതി റൈസാണ്. നമ്മൾ ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന റൈസാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്, പച്ചരിയല്ല. അപ്പം നമ്മൾ ഇത് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് വരാം. ഇനി അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് പാലാണ്. ഞാനൊരു 1/2 ഗ്ലാസോളം പാലെടുത്തിട്ടുണ്ട്, 1/2 കപ്പാണ് കേട്ടോ. ഇത് ഈ ഒരു റൈസ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് നമ്മൾ പാലൊഴിച്ച് കൊടുക്കുകയാണ്. ഇനി നമുക്കിതൊരു സോസ് പാനിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് വേവിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഇത് നമ്മൾ പാല് തിളച്ച് ഇത് വറ്റി വരുമ്പോഴത്തേക്കും ഈ റൈസ് നമ്മൾ വെന്ത് കിട്ടിയിരിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഫേസ് പാക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം അപ്ലൈ ചെയ്ത് നോക്കാം. കണ്ടിന്യൂസ് ഇത് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു ഗ്ലോ കിട്ടും നമ്മുടെ സ്കിന്നിന്, അതേപോലെ തന്നെ നല്ല ബ്രൈറ്റും ആകും. അപ്പം ഞാൻ ഇത് നന്നായിട്ട് പാല് തിളയ്ക്കുന്നുണ്ട്. ഇത് തിളച്ച് നന്നായിട്ട് ഇത് വറ്റി നന്നായിട്ട് റൈസ് വെന്ത് കിട്ടും. ഇതിപ്പോൾ പാല് നന്നായിട്ട് വറ്റിയിട്ടുണ്ട്, റൈസ് നന്നായിട്ട് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഇത് നന്നായിട്ട് തണുക്കണം. തണുത്തതിന് ശേഷം വേണം നമുക്കിത് മിക്സിക്കകത്തിട്ട് ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്ന ഒരു ചെറിയ പീസ് പച്ചമഞ്ഞളാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി ആർക്കെങ്കിലും മഞ്ഞൾ അലർജി ആണെങ്കിൽ നിങ്ങൾ ഇതിന് പകരം ക്യാരറ്റ് എടുക്കുക. ക്യാരറ്റ് ഇല്ലെങ്കിൽ ബീട്രൂട്ട് ആയാലും മതി, ബീട്രൂട്ട് ആഡ് ചെയ്ത് അരച്ചെടുത്താൽ മതി. എനിക്ക് മഞ്ഞൾ എനിക്കിഷ്ടമാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല സ്കിന്നിന്. അപ്പോൾ എനിക്ക് ഇത് സ്യൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ലെമൺ ജ്യൂസാണ്. ഞാനൊരു 1/2 മുറി നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്, അതിൻ്റെ ജ്യൂസാണ് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്യാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്, കാരണം നല്ല പശ പോലെയാണ് ഇരിക്കുന്നത്, പശപ്പുണ്ട്. അപ്പം കുറച്ച് ബുദ്ധിമുട്ടാണ് മിക്സ് ചെയ്യാനൊക്കെ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ലൊരു തിക്ക് പേസ്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്കിത് അപ്ലൈ ചെയ്യാം. അപ്പം ഞാൻ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് അപ്ലൈ ചെയ്യാം.
അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണാം നന്നായിട്ട് ഫേസ് നന്നായിട്ട് ഗ്ലോ ആവാനും അതേപോലെ ഫേസ് നല്ലതായിട്ട് ബ്രൈറ്റൻ ചെയ്യാനും പറ്റുന്ന ഒരു ഫേസ് പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ഇടുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.